ഹായ്. അപ്പോൾ ഇന്ന് ഈഷ ആദിയോഗി ഫൗണ്ടേഷൻ സെൻറ്ററിലേക്കാണ് ട്രിപ്പ്. കോയമ്പത്തൂരാണ് കേട്ടോ സ്ഥലം. ശരിക്കും കോയമ്പത്തൂർ സെൻറ്ററല്ല, അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ്. നമ്മൾ ഷൊർണൂരിൽ നിന്ന് പോകുമ്പോൾ അവിടെ എത്തണ്ട, അതിൻ്റെ മുന്നേ. അതായത് ഇപ്പോൾ പുതിയൊരു റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുനിയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് നമ്മൾ മുന്നേ പോവാറ്. ഇപ്പോൾ നമുക്ക് കുനിയമ്പത്തൂരൊന്നും എത്തണ്ട, പുതിയ സൂപ്പർ റോഡ് നമുക്ക് ഈഷയിലേക്ക്, അതായത് ചാവടിയൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് ഒരു പുതിയ റോഡ്. അധികം വാഹനങ്ങളൊന്നും ഓടാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ ഈഷ ഫൗണ്ടേഷൻ സെൻറ്റർ മാത്രമല്ല, അവിടെ ശിവൻ്റെ ഒരു വലിയ വിഗ്രഹവും, ഈഷ യോഗ സെൻറ്റർ, അതിനോടനുബന്ധിച്ച് വളരെ സുന്ദരമായൊരു പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കാനായി ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെ. ഇത് പുതിയ റോഡാണ് കേട്ടോ, നമ്മളെ ഈഷയിലേക്ക് പോണ പുതിയ റോഡാണ്. കൂടെ യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു. വാഹനങ്ങളൊന്നും അധികം ഓടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് അവസാനം ഈഷ ആദിയോഗി സെൻറ്ററിൻ്റെ എൻട്രൻസിലെത്തും നമ്മൾ. ഇതാണ് ശിവ സ്റ്റാച്യുവിലേക്കുള്ള എൻട്രൻസ്. ഇതിലൂടെ യോഗ സെൻറ്ററിലേക്കും പോവാം കേട്ടോ, ഫൗണ്ടേഷൻ സെൻറ്ററിലേക്കും പോവാം. പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇഷ യോഗ ഫൗണ്ടേഷൻ സെൻറ്ററാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ സ്റ്റാച്യുവിലേക്കും കിടക്കാം. അങ്ങനെ ഇതൊരു റൗണ്ടായിട്ടാണ് കിടക്കുന്നത്. യോഗ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ മറ്റേ മൊബൈലും ബാഗും ഒന്നും അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും പിന്നെ അവരെ കാണാൻ പോകാനുള്ള ആൾക്കാർക്കും ID കാർഡൊക്കെ കൊടുത്തിട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഡെപ്പോസിറ്റ് കൗണ്ടർ ഉണ്ട് അവിടെ. അവിടെ ഫീസൊന്നുമില്ല, എല്ലാം ഫ്രീ ആണ്. എൻട്രൻസും എല്ലാതും ഫ്രീ ആണ്. യോഗ സെൻറ്ററിലേക്കുള്ളതും സ്റ്റാച്ചു, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതിന് മുന്നേ ഫീസൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. ഡെപ്പോസിറ്റ് കൗണ്ടറിൽ നമ്മളത് സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്താൽ ചെറിയൊരു ക്യൂ ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ പോയാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. ചെറിയ ക്ഷേത്രങ്ങളും മെഡിറ്റേഷൻ സെൻറ്റർ, അങ്ങനെ പിന്നെ 2 കുളങ്ങൾ, ലേഡീസിന് കുളിക്കാനുള്ളതും മെൻസിന് കുളിക്കാനുള്ളതും, അങ്ങനെ 2 കുളങ്ങൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുളമാണ്. നല്ല രസം, നല്ല തണുപ്പാണ് വെള്ളം കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാണാനും പിന്നെ നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല രസമാണ് കാണാൻ.